ആദ്യം വീട്ടിലിരിക്കണ ഭാര്യമാരെ മര്യാദക്ക് ഇരുത്താൻ പഠിക്കണം. അതിനാ പഠിക്കണ്ടത്. ആ ശ്രീധരന്റെ ഭാര്യ തല്ലണ്ട എന്ത് കാര്യമുണ്ട് ഇതിന്റെ റിസയ്ക്ക്? അല്ല നീ പറയ്. അല്ല വാസുട്ടേ, ഇപ്പൊ എന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കായ് കൊടുത്തിട്ട് ഓളെ തല്ലിപ്പിച്ച മാതിരി ഉണ്ടല്ലോ. ഈ എന്താ പറയണേ? അല്ലേലും ഈ പെണ്ണുങ്ങളെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആണുങ്ങൾക്ക് തല്ലുകൊണ്ട് മരിക്കും. അത് നാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എടാ ജോസുട്ടി, ഞാനല്ല അവളുടെ ഈ കുറി തുടങ്ങിപ്പിച്ചത്. ഓളിത് തുടങ്ങിയിട്ട് പകുതി ആകുമ്പോഴാണ് ഞാൻ വിവരം തന്നെ അറിയണേ. അതന്നെ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഓൾ എന്നോട് ചോദിച്ചോ കുറി തുടങ്ങുമ്പോ? ചോദിച്ചോനോട് എന്താ ചോദിക്കാത്? അപ്പൊ അന്ന അത്ര ബലിയുള്ളൂ. അതാണ്. എടാ ചെങ്ങായി, ഓളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഓളുടെ മാതിരി ഞാനും കിടന്ന് ഇങ്ങനെ പെടച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സ്ഥിതി എന്താവും? ഈ ഓളമാതിരി പടക്കണം എന്നല്ല പറയണത്. ഒരു ചെറിയൊരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണ്ടേ? അല്ല അത് വേണോ വേണ്ടേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പോളെ ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ച് പറഞ്ഞു ഇജ്ജ് കേക്കല്ല അവിടുത്തെ ബഹളങ്ങള്. ഇങ്ങനത്തെ ഒരാളെ ഞാൻ എന്താ പിന്നെ തല്ലി അങ്ങോട്ട് കൊല്ലേ? അന്ന് വർത്താനമൊന്നും പറഞ്ഞ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോ. ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ തൊങ്ങി തൊങ്ങി നടക്കുക. ഇടത്തെ കാലം ഉണ്ടാവില്ല, അവൻ കൊണ്ടുപോകും ശ്രീധരൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഓള് കുറി തുടങ്ങണേനു ഓള് കായ് ഉണ്ടാക്കണേനൊക്കെ ഈ കുറ്റം പറയണ്ടല്ലോ. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഇത്തിരി കായ് ഇങ്ങോട്ട് കിട്ടാണ്ടാവോ? എത്ര കായ് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ മിസ് അടിച്ച കായൊന്നല്ല എടുത്തു തരണേ. ഓൾറെഡി ഇരിക്കുന്ന കായാണ് നിങ്ങൾക്കൊക്കെ എടുത്തു തരണേ. മനസ്സിലാവുണ്ടോ? ഞാൻ എന്റെ വർത്താനൊക്കെ നിർത്തിക്കോ. എന്തായാലും ശ്രീധരൻ വരും. കാല് വെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഒരു തർക്കൂല. വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടു. ഇനി അതിൽ ആലോചിക്കാനൊന്നുമില്ല. വാസുട്ടി, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാക്കുക. നിങ്ങൾ ഈ കാല് വെട്ടണ കാര്യം തന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തല്ലേ. പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല പരീക്ക. ആ കുമ്പിടി ശാന്തയുടെ കാര്യം അറിയാൻ പാടില്ലേ? ഈ ശാന്ത ഒരു ദിവസം ചെന്ന് ഈ രമണിക്കിട്ട് തല്ലിയിട്ടാണ് അയാൾ കലി കയറി വന്നിട്ട് ശാന്തയുടെ കെട്ടിയോന്റെ കാല് മുറിച്ചത്. അങ്ങനെയാണ് ഈ ശാന്ത അലമ്പായി തുടങ്ങിയത്. 2 കൊല്ലം ജയിലിലായിരുന്നു പാരാണ്ടിന്റെ കാല് വെട്ടിയിട്ട്. ഇപ്പൊ 2 മാസങ്ങളിൽ ഇറങ്ങിയിട്ട്. ഞാൻ ആകെ ജീവിതത്തിൽ 2 പേരുടെ അതിൽ സ്ഥിരമായിട്ട് കോടാലി കണ്ടിട്ടുള്ളൂ. ഒന്ന് പരശുരാമനും പിന്നെ ഈ ശ്രീധരനും. അതെ ജോസുട്ടേ, ഈ ഓന് ഇങ്ങോട്ട് കോടാലിയായിട്ട് വരണേറ്റ് മുമ്പേ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് അവിടെ ചെന്നിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റും. ഒത്തുതീർപ്പ് ഞങ്ങൾ 2 ആളും കൂടി ശ്രീധരന്റെ അടുത്തേക്ക്. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഒത്തുതീർപ്പ് ചെല്ലണമെങ്കിൽ അവന്റെ ടീപ്പോയുടെ പുറത്ത് ഇടത്തേക്കാല് കിട്ടണം അവന്. നിങ്ങൾ ഈ കാലിന്റെ കാര്യം പറഞ്ഞ് ഇന്ന് ബേജാറടിപ്പിക്കാന്നല്ലാണ്ട് നിങ്ങൾ ഇതിനൊരു തീരുമാനം പറയണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോണോ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലാണ് ഒരു ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുതി കൊടുക്കാം. ഈ ചെന്ത് വർത്താനട ചെങ്ങായി പറയണത്. ഓൾക്ക് ഈ കുറി നടത്താൻ വല്ല ലൈസൻസ് ഉണ്ടോ? ഇനി ഓളും കൂടി ജയിലിൽ പോകാനുള്ള വഴിയാ നിങ്ങൾ പറഞ്ഞേ. അപ്പൊ പിന്നെ ആ വഴി നടക്കില്ല. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ മാർഗില്ല കേട്ടോ. വാസുട്ടേ, നിങ്ങൾ ഈ തമാശ കളിച്ച് എന്റെ കുടുംബാണ് പോണട്ടാ. അതെ, നമുക്ക് ആ മെമ്പറിനെ ചെന്ന് കണ്ടൊന്ന് സംസാരിച്ചാലോ? എന്നിട്ട് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് വികലാംഗർക്ക് പ്ലാസ്റ്റിക്കിന്റെ കാല് കൊടുക്കണ്ടെന്ന് കേട്ട്. പ്ലാസ്റ്റിക്കിന്റെ കാലും ഇതും തമ്മിൽ എന്താ ബന്ധം? ഈ കാലം അടുത്ത ആഴ്ച ശ്രീധരൻ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞാൽ പരീതിക്കാർക്ക് നടക്കണ്ടേ, മിഷ്യൻ ചവിട്ടണ്ടേ. ഇപ്പൊ അപേക്ഷ കൊടുത്ത അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും കാല് കിട്ടും. അതെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് തമാശ കളിയാ. എന്റെ ജീവിതാട്ടോ. തമാശാക്കിയല്ല, ഉള്ള കാര്യം പറഞ്ഞാണ്. ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊ എന്താ അറിയോ പരുട്ടിയെ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണാനുള്ളൂ. ശ്രീധരനാണെങ്കിൽ പറഞ്ഞത് ചെയ്യും. ആ കാര്യം ഉറപ്പാണ്. നീ തൽക്കാലം ഒരാഴ്ച 2 ആഴ്ച വീട്ടിലിരിക്കും. പുറത്തേക്ക് ഇറങ്ങണ്ട. കടയൊക്കെ വേണിച്ചാണ് പൂട്ടിക്കോ. ആ നല്ലത്. ഓനെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ കയറി കുത്തിരിക്കേ. കാല് വേണ്ടേ? കാല് വേണ്ടേ? അതേ, വീട്ടിൽ പോയിരുന്നോട്ടെ. അവനെങ്ങാനും ഇങ്ങോട്ട് വന്നാല് നമ്മുടെ ആരുടെ കാലാപണെന്ന് ഒരു തരംതിരിവ് ഉണ്ടാവൂല. അതേപോലെ എൻ്റെ റസിയോട് അത്യാവശ്യം മര്യാദക്ക് പെരുമാറാൻ പറയാം ആൾക്കാരോട്. അത് പറയണം. വാസുട്ടേ, നീ വന്നേ. ഈ ശ്രീധരനെ ഏതായാലും പരിക്കട വീട്ടിൽ അന്വേഷിച്ച് വരുമല്ല. ആ സമയത്ത് പുള്ളീനെ നമുക്ക് അവളുടെ പർദ്ദയൊക്കെ ഇട്ട് നിർത്തിയിട്ട് ഈ മുണ്ടും ഷർട്ടും റസിയാനും ഉടുപ്പിച്ചാലോ? അവളുടെ ഒരു കാലങ്ങാട് പോട്ടെ, നാക്കിന് ഇത്തിരി അടക്കം കിട്ടും. എന്താ പറഞ്ഞേ? ഇല്ല, എന്തേലും അടിയന്തരമായിട്ട് ചെയ്യണമല്ലോ. നമുക്ക് പ്രശ്നം ഗുരുതരമാണ്. ഈ ദജ്ജാല് ചെയ്തു വെക്കണ ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. വിട്ടോ, വീട്ടിൽ കിട്ടോ. ഒറ്റക്ക് വിടണ്ട, ഒന്ന് കൂടെ ചെല്ല്. ഞാനും കൂടി വിളിക്കാനെങ്കിലും ആളിരിക്കട്ടെ, ഒന്നും ചെയ്യാനല്ല. വായോ, നമുക്ക് ഒരുമിച്ച് പോകാം. ശരി കേട്ടോ.